യുവർ ഓൺ ബ്രെയിൻ ഈസ് ലൈങ് ടു യു എവറി സിംഗിൾ ഡേ. ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് സ്ക്രോൾ ചെയ്യാൻ പറയുന്നു, ഗ്രൈൻഡ് ചെയ്യേണ്ട സമയത്ത് റിലാക്സ് ചെയ്യാൻ പറയുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മതിയടാ ക്വിറ്റ് ചെയ്തോ എന്ന് പറയുന്നു. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് യു ആക്ച്വലി ബിലീവ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് യുവർ ഓൺ വോയിസ്, റൈറ്റ്? പക്ഷെ ഞാൻ പറയാണ്, ആക്ച്വലി അതല്ല നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു 2 million year old മെഷീനാണ്. അതായത് കുറേ മുമ്പ് കാലം തൊട്ട് തന്നെയുള്ള സംഭവമാണ്. അപ്പോൾ അന്ന് നമുക്കുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. സ്റ്റാർവേഷൻ, പട്ടിണി, ഫുഡില്ലാത്തത് കൊണ്ടുള്ള മരണം, അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ പ്രഡറ്റേഴ്സിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാറ്റ് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇഫ് യു എക്സ്പ്ലോർ എനി അൺനൗൺ യു ആർ ഡെഡ്, ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി? അവോയ്ഡ് പെയിൻ, ചേസ് കംഫർട്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഒരു സംഭവം ഇപ്പോഴും മാറിയിട്ടില്ല. ദ ബ്രെയിൻ സ്റ്റിൽ ഫോളോസ് ദാറ്റ് റൂൾ. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ എണീക്കാൻ നോക്കുമ്പോൾ, നമ്മുടെ എനർജി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ, നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി കഴിഞ്ഞു, വീണ്ടും നമ്മളെ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ, എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ, നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ, നമ്മൾ ബ്രെയിൻ ഒരു പാനിക് മോഡിലേക്ക് മാറുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ്, നിർത്തിക്കോ, ഇത് ഡേഞ്ചറസ് ആണ്, ഇത് അത്ര നല്ലതല്ല, ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ള രീതിയിൽ നമുക്കൊരു മെസ്സേജ് തരും. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ പ്രഡക്റ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പട്ടിണിയിൽ നിന്നോ ഓടി രക്ഷപ്പെടല്ല. ഇവിടെ ആക്ച്വലി നമ്മളെ സ്വന്തം പൊട്ടൻഷ്യൽ നിന്നാണ് നമ്മൾ ഓടി രക്ഷപ്പെടുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ട്. ഒന്ന് ഡിസ്ട്രക്റ്റീവ് കൈൻഡും ഒന്ന് കൺസ്ട്രക്റ്റീവ് കൈൻഡും. ഡിസ്ട്രക്റ്റീവ് പെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഹാം വരുത്തുന്ന സംഭവങ്ങൾ, ഇഷ്ടപ്പെട്ട ഒരാൾ, അതായത് ലൂസിങ് എ ലൗഡ് വൺ, അതേപോലെ നമുക്ക് എന്താ പറയുക, ബ്രേക്കിംഗ് എ ബോൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ പെടുക, ഇങ്ങനെ അപകടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സംഭവത്തിനാണ് ഡിസ്ട്രക്റ്റീവ് പെയിൻ എന്ന് പറയുന്നത്. മറ്റേത് കൺസ്ട്രക്റ്റീവ് പെയിൻ. കൺസ്ട്രക്റ്റീവ് പെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ ബിൽഡ് ചെയ്യുന്ന സംഭവമാണ്. അതായത് ആദ്യം ഒരു പെയിൻ ഉണ്ടാവും, ബട്ട് ലേറ്റർ ഇറ്റ് വിൽ ലീഡ് ടു എ ഗുഡ് തിങ്. ലൈക്ക് ഗോയിങ് ടു ദ ജിം. ആദ്യം നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ അവിടെ പെയിനാണ് ഉണ്ടാവുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ബെനിഫിറ്റ് അല്ല കിട്ടുന്നത്. പക്ഷേ ആ പെയിന് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗെറ്റിംഗ് ഇൻ ഷേപ്പ്, മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അതേപോലെ സേയിങ് നോ ടു പീപ്പിൾ, അതുപോലെ ചൂസിങ് ഡിസിപ്ലിൻ, ഇങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് ഇനീഷ്യലി ഒരു പെയിൻ തരുന്ന സംഭവമാണ്. പക്ഷെ ബ്രെയിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ 2 പെയിനും ബ്രെയിനും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. സോ യു അവോയ്ഡ് ദ വെരി പെയിൻ ദാറ്റ് ഈസ് മെന്റ് ടു ഷേപ്പ് യു. ദ പെയിൻ ഓഫ് വേക്കിംഗ് അപ്പ് ഏർലി മോർണിംഗ്, ഹാർഡ് വർക്കൗട്ട്സ്, അതുപോലെ ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരുമല്ലോ. ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാനുള്ള സിഗ്നൽ അല്ല, ബട്ട് ആക്ച്വലി ദ സിഗ്നൽസ് ടു കണ്ടിന്യൂ ബിക്കോസ് ദേ ബിൽഡ് ഹൂ യു ആർ ബിക്കമിങ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്, നമ്മുടെ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ചീപ്പ് ഡോപ്പമിൻ ആണ്. അതായത് നമുക്ക് എഫേർട്ട് ഇടാതെ സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ, പോൺ, ജങ്ക് ഫുഡ്, വീഡിയോ ഗെയിംസ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ചീപ്പ് ഡോപ്പമീൻ തരുന്നു. പക്ഷെ നമ്മളെ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ബ്രെയിൻ എങ്ങനെയാണ് അതിനെ കാണുന്നത് വെച്ചാൽ, പെയിൻ എന്ന് വരുമ്പോൾ ഓക്കെ, ഡേഞ്ചർ, നമുക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട്. അതേസമയം പ്ലഷർ കിട്ടുന്നത് നമുക്ക് എപ്പോഴായിരുന്നു? ഫുഡില്ലാത്ത സമയത്ത് ഫുഡ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിന് കിട്ടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ചെയ്യുമ്പോൾ. ഇതൊക്കെ നല്ല സംഭവങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്ലഷർ എന്ന് പറയുമ്പോൾ നല്ല സംഭവം, പെയിൻ എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ആണെന്നാണ് ബ്രെയിൻ മനസ്സിലാക്കുന്നത്. ഗസ് വാട്ട്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു ദീസ് ചീപ്പ് പ്ലഷേഴ്സ് ഈസിലി. അതാണ് ഈ ബാക്കിയുള്ള ആൾക്കാർ, ഫുഡ് കമ്പനീസും അതുപോലെ ഈ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടാക്ടിക്കൽ അഡ്വാൻറ്റേജ്. സ്ക്രോളിംഗ് ഫീൽസ് സേഫ് ബട്ട് ഇറ്റ് കിൽസ് യുവർ ഡ്രീംസ്. ജങ്ക് ഫുഡ് ഫീൽസ് ഗുഡ് ബട്ട് വീക്കൻസ് യുവർ ബോഡി. ബ്രെയിനിന് വേണ്ടത് എത്രയും പെട്ടെന്ന് ഡോപ്പമീൻ കിട്ടുക എന്നുള്ള സംഭവമാണ്. പെട്ടെന്ന് കിട്ടുന്ന ഡോപ്പമീനാണ്. പക്ഷെ നിങ്ങൾക്ക് അതല്ലല്ലോ വേണ്ടത്. നമുക്ക് ആക്ച്വലി എന്താ വേണ്ടത്? വി നീഡ് ലോങ് ടേം ഫുൾഫിൽമെൻറ്റ്. ഇത് രണ്ടും ആക്ച്വലി സെയിം അല്ല. ഇഫ് യു ഡോണ്ട് ടേക്ക് കൺട്രോൾ നൗ, നിങ്ങൾ ബ്രെയിനിന് കംഫർട്ടബിൾ ആയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളെ സോള് സ്ക്രീം ചെയ്യും. എന്ത് പറഞ്ഞിട്ടുണ്ടോ? ഇതെൻ്റെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ എത്ര വട്ടം ബാഡ് ഹാബിറ്റ്സ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിക്കണ്, അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സിലേക്ക് കൊണ്ട് നയിച്ചിക്കണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ ബ്രെയിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് ചിന്തിച്ച് നോക്ക്. എത്ര വട്ടം നിങ്ങളെ കൊണ്ട് സ്ക്രോൾ ചെയ്യിപ്പിച്ചിക്കണ്, എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞിക്കണ്, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ടൈമുണ്ട്, സ്ക്രോൾ ചെയ്തോ, ഇത് കംഫർട്ടബിൾ ആണെന്നുള്ള രീതിയിൽ ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് തന്നണം. എത്ര വട്ടം നിങ്ങളോട് ജങ്ക് ഫുഡും അതുപോലെ മുട്ടായികളും മറ്റു സ്വീറ്റ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ തിന്നാൻ പറഞ്ഞാണ്. ഈവൻ ദോ യു നോ ഇറ്റ് ഈസ് ബാഡ്, ഇൻസ്റ്റൻ്റ്ലി അത് പ്ലഷർ തരുന്നതുകൊണ്ട് തന്നെ ഒരു റിലാക്സ്ഡ് രീതിയിൽ, ഒരു സ്മൂത്ത് രീതിയിൽ ഇത് കഴിച്ചോ എന്നുള്ളിൽ പറയുന്നത്.
എത്രത്തോളം വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്, ഇറ്റ്സ് ഓക്കെ, ഒരു ദിവസം സ്കിപ്പ് ചെയ്താലൊന്നും പ്രശ്നമല്ല, അതൊന്നും നമ്മളെ ഗെയിംസിന് അഫക്റ്റ് ആവില്ല. ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ് അഫക്ട്സ്. അങ്ങനെയുള്ള ആ ഒരു ബ്രെയിനിനെ ചില സമയങ്ങളിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളെ ബിൽഡ് ചെയ്യുന്ന പെയിന് വരുന്ന സമയത്ത് നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി കൻ ഡു, ഹൗ ക്യാൻ വി റീവയർ ഇറ്റ്? അതിലൊന്നാമത്തെ സംഭവം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ദ ട്രൂത്ത്. നമുക്ക് എപ്പോഴും ബ്ലൈൻഡായിട്ട് നമ്മളെ ബ്രെയിനിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. യെസ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളുണ്ട്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. ഒരുപാട് സമയങ്ങളിൽ അത് നമ്മളെ നല്ല കാര്യത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സമയങ്ങളിൽ അത് കംഫർട്ടിനെയാണ് സീക്ക് ചെയ്യണത്, അത് നമുക്ക് നല്ലതല്ല. രണ്ടാമത്തത് ബ്രെയിൻ വാഷ് ചെയ്യുക. എങ്ങനെ? അതായത് നമ്മളവിടെ ഇഷ്ടം പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂസിൽ വന്നിട്ടുണ്ട്, ഒരുപാട് പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കൂടുതൽ കേൾക്കുക, കൂടുതൽ കാണുക, കൂടുതൽ വായിക്കുക, ഇതിലേക്ക് കൂടുതൽ എക്സ്പോസ് ആവുക. ഫസ്റ്റ് വി ഫീൽ ലൈക്ക് വി ആർ കോപ്പിയിങ് സംതിങ്. നമ്മൾ അവരുടെ ബുക്കുകളും അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. ഈവൻ ദോ ബ്രെയിൻ സൈറ്റ്സ് അൺകംഫർട്ടബിൾ ഓർ കംഫർട്ടബിൾ, വി നോ വാട്ട് ടു ഡു. കാരണം നമുക്ക് മനസ്സിലായി, പല ആൾക്കാരൊക്കെ ഒന്നും കേട്ടാണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇത് ചെയ്യുക, ബ്രെയിൻ എന്ത് പറഞ്ഞോട്ടെ, ഇതിപ്പോൾ കംഫർട്ടബിൾ ആണെങ്കിലും അൺകംഫർട്ടബിൾ ആണെങ്കിലും ഇത് ചെയ്യാം, ഇത് ചെയ്യേണ്ട, ഇത് ബാഡാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനിയുള്ള സംഭവമാണ് ഡേവിഡ് ഗോഗിൻസ് തൻ്റെ കാൺ ഹേർട്ട് മീ എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്ന ഒരു സംഭവമാണ് കാലസിങ് യുവർ മൈൻഡ്. കാലസസ് എന്ന് പറഞ്ഞാൽ എന്താ, തഴമ്പ്. അതായത് നമ്മൾ ജിമ്മിലൊക്കെ പോയാലും അല്ലെങ്കിൽ കൈക്കോട്ട് കുത്തിയാലും അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടിയാലും ഒക്കെ നമുക്ക് എന്തുണ്ടാവാം, കട്ടിയുള്ള ടൈപ്പ് തൊലി അവിടെ ഫോം ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ റിപ്പീറ്റഡ് ഫ്രിക്ഷൻ, പെയിൻ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു അഡാപ്റ്റേഷൻ മെക്കാനിസം തന്നെയാണ് കാലസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തഴമ്പ്. ഇതേപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പെയിൻ വരുന്ന സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ കാലസസ് വരുന്നത് പോലെ, കയ്യിലും കാലിലൊക്കെ വരുന്നത് പോലെ നമ്മുടെ ബ്രെയിനിന് ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ ബട്ട് പിന്നീട് നമ്മളെ നല്ലതിലേക്ക് നയിക്കുന്ന, ഇനീഷ്യലി ഡിസ്കംഫേർട്ട് തരുന്ന സംഭവങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദ സെയിം വേ വി ബിൽഡ് കാലസസ് ഇൻ അവർ ഹാൻഡ്സ്, വി ക്യാൻ ബിൽഡ് കാലസസ് ഓൺ അവർ മൈൻഡ്. ഇതാണ് ഡേവിഡ് ഗോഗിൻസ് പറയുന്നത്. ഡൂയിങ് what sucks every day, doing the uncomfortable every damn day. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ട്രെയിനിങ് ഇഷ്ടമല്ല, നമുക്ക് ജിമ്മിക്ക് പോകുന്നത് മടിയാണ്, പക്ഷെ നമ്മൾ എങ്ങനെയായാലും പോകുന്നു. നമുക്ക് പഠിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ പഠിക്കുന്നു. നമുക്ക് പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഫോഴ്സ് ചെയ്ത് സംസാരിപ്പിക്കുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്, നമുക്ക് ഡിസ്കംഫേർട്ട് തരുന്ന കാര്യങ്ങളാണ്, ബട്ട് ലേറ്റർ നമ്മളെ നല്ലതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെയും ചെയ്താണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്യാണ്. പിന്നീട് നമ്മളെ ബ്രെയിൻ എന്താവും, കൂടുതൽ സ്ട്രോങ് ആവും, കാലസസ് ബിൽഡ് ചെയ്യുന്നു. പിന്നീട് അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കൊരു വിഷയമല്ലാതാവും. മോസ്റ്റ് പീപ്പിൾ, കൂടുതൽ ആൾക്കാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്താണോ ഒരു ബ്രെയിന് പറയണത്, എന്താണോ കംഫർട്ട്, എന്താണോ ഒരു പെയിനൊന്നും ഇല്ലാത്തത്, ആ രീതി കൂടെ ഇങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. യു ഷുഡ് നോട്ട് ആൾവേസ് ട്രസ്റ്റ് ഇറ്റ്, യു ഷുഡ് ക്വസ്റ്റ്യൻ ഇറ്റ്. ഈസ് ഇറ്റ് ഗുഡ്, ഈസ് ഇറ്റ് ബാഡ്? യെസ്, റൈറ്റ്, 100% നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 90% നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തുകൂടെ അല്ലേ? കാരണം ഞാൻ കണ്ടതാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വർക്ക് ചെയ്താണ്ട് ഓൽക്ക് ഒരു ചടപ്പ് വരുമ്പോൾ ഓല് ബ്രെയിൻ ഇങ്ങനെ പറയും, സ്ക്രോൾ ചെയ്തോ അങ്ങനെ. പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മുട്ടായികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റെസിസ്റ്റ് ചെയ്യാനൊന്നും കഴിയണല്ലോ, ഒറ്റയ്ക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 90% ആൾക്കാരും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ദാറ്റ് ഈസ് യുവർ അഡ്വാൻറ്റേജ്. ഡോണ്ട് ട്രസ്റ്റ് യുവർ ഇമോഷൻസ്, ഡു വാട്ട് യു ആർ സപ്പോസ് ടു ഡു, ഡു ഹാർഡ് തിങ്സ് റിപ്പീറ്റഡ്ലി, കാലസ് യുവർ മൈൻഡ് ആൻഡ് earn your future, because your future self is waiting and watching what you are doing right now. Don't disappoint him. See you in the next video.